ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം ഇതായിരുന്നു. അപ്പോൾ അതിൽ ഏകദേശം തീരാറായി ആ പ്രോബ്ലം. അതിൻ്റെ കുറച്ച് ഭാഗം കൂടി പറയാനുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നത്? ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തപ്പോൾ അതിൽ പാസ്സായവർ 46%, അതുപോലെ ഡിസ്റ്റിങ്ഷൻ കിട്ടിയത് 90%. ഓക്കെ, ഒരു എക്സാം കണ്ടക്ട് ചെയ്തപ്പോൾ പാസ്സായവർ 46% കുട്ടികൾ, അതുപോലെ ഡിസ്റ്റിങ്ഷൻ കിട്ടിയവർ 9% പേർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. പിന്നെ അവിടെ കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? എസ്റ്റിമേറ്റ് ദ ആവറേജ് മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ദ കാൻഡിഡേറ്റ്സ്, ദ മിനിമം പാസ് ആൻഡ് ഡിസ്റ്റിങ്ഷൻ മാർക്സ് ബീയിങ് 40 and 75 റെസ്പെക്റ്റീവ്ലി. എന്ന് വെച്ചാൽ മിനിമം പാസ്സാവാനുള്ള മാർക്ക് 40, അതുപോലെ ഡിസ്റ്റിങ്ഷൻ കിട്ടാനുള്ള മിനിമം മാർക്ക് 75 എന്നിങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവറേജ് മാർക്ക്, മൊത്തത്തിലുള്ള ആവറേജ് മാർക്ക് എങ്ങനെയായിരിക്കും ആ കാൻഡിഡേറ്റ്സിൻ്റെ വരിക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ്, ആൾസോ ഡിറ്റർമൈൻ വാട്ട് വുഡ് ഹാവ് ബീൻ മിനിമം ക്വാളിഫയിങ് മാർക്സ് ഫോർ അഡ്മിഷൻ ടു എ റീ എക്സാമിനേഷൻ ടു ദ ഫെയിൽഡ് കാൻഡിഡേറ്റ്സ് ഹാഡ് ഇറ്റ് ബീൻ ഡിസൈഡ് ദാറ്റ് 25% ഓഫ് ദം ഷുഡ് ബി ഗിവൺ അനദർ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് എക്സാമിൻഡ്. അതായത് നമുക്കറിയാം 46% പാസ്സായി, 9% ഡിസ്റ്റിങ്ഷനും കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഭാഗം എന്തായാലും ഫെയിൽഡ് ആയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഫെയിൽഡ് ആയവർക്ക് വീണ്ടും ഒരു എക്സാം എഴുതാൻ ചാൻസ് കൊടുക്കുകയാണെങ്കിൽ അതിലൊരു 25% അങ്ങനെ ചാൻസ് കൊടുക്കുന്നു വിചാരിക്കുക. ആ തോറ്റു പോയവരിൽ നിന്ന് ഒരു 25% സെലക്ട് ചെയ്തിട്ട് വീണ്ടും അവർക്കൊരു എക്സാം എഴുതാനായിട്ട് ഒരു ചാൻസ് കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക്, അങ്ങനെ ആ എഴുതുന്നവർക്ക് പാസ്സാവാനായിട്ട് മിനിമം എത്ര മാർക്ക്, മിനിമം ക്വാളിഫയിങ് മാർക്സ് എത്ര കൊടുക്കാം എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബാക്കി ഭാഗമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ഈ പ്രോബ്ലത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പോർഷൻ മാത്രമേ ഇതിലിനി പറയാനുള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കാം. ഈ ഭാഗമായിരുന്നു ലാസ്റ്റ് പോർഷൻ. സിൻസ് ദ പാസ് പെർസെൻറ്റേജ് ഈസ് 46, നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 46% പാസ്സായവരുടെ പെർസെൻറ്റേജ് ആണ്. ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹൂ ഫെയിൽഡ് ഈസ്, അങ്ങനെയാണെങ്കിൽ ഫെയിൽഡ് ആയവർ എത്രയായിരിക്കും? 46% പാസ്സായി. അപ്പോൾ ബാക്കി എത്ര? 100 - 46 ചെയ്താൽ മതി. 54% തോറ്റവരായിരിക്കും അല്ലേ. ആ 54%-ൽ നിന്നും 25% സെലക്ട് ചെയ്തിട്ട് അവരെ വെച്ചിട്ട് വീണ്ടും ഒരു എക്സാം നടത്താമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആകെ 54%-ൽ 25% എത്ര എന്ന് ആദ്യം കാണണം. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? 54-ന്റെ 25% എന്ന് പറയുമ്പോൾ 54 × 25/100, 25% ഓഫ് ഫെയിൽഡ് സ്റ്റുഡൻസ്. അതിൻ്റെ കറക്റ്റ് വാല്യൂ 13.5 എന്ന് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി 25% ഫെയിൽഡ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ആകെ 54-ൽ എത്ര എന്ന് നമ്മൾ കണ്ടെത്തി. എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ട്? 13.5% ഓഫ് ദ സ്റ്റുഡൻസ് ഷുഡ് ബി റീ എക്സാമിൻഡ്. 13.5% കുട്ടികൾക്ക് വീണ്ടും എക്സാം എഴുതാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ലെറ്റ് X3 ബി ദ മിനിമം മാർക്സ് റിക്വയർഡ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത്രയും പെർസെൻറ്റേജ് കുട്ടികൾ വീണ്ടും എക്സാം എഴുതുമ്പോൾ അവർക്ക് എത്ര മാർക്ക്, മിനിമം മാർക്ക് പാസ്സാവാൻ വേണ്ടി കൊടുക്കാം എന്നുള്ളതാണ്. അത് നമുക്കറിയില്ല. അപ്പോൾ അതിനെ X3 എന്ന് കൺസിഡർ ചെയ്യാണ്. ലെറ്റ് സെറ്റ് വാല്യൂ ബി സി വെൻ X = X3. അപ്പോൾ ഇവിടെ സെറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വാല്യൂ ആയിട്ട് സി സെലക്ട് ചെയ്യാണ്. കാരണം ഇതിന് മുന്നേ എയും ബിയും ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്കതിൻ്റെ ഫിഗർ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരിക? ബെൽ ഷേപ്പ് വരച്ചു, സെൻറ്ററിലുള്ള ലൈൻ വരച്ചു, 0 വരച്ചു. ഈ സൈഡിലോട്ട് എയും കൊടുക്കാം, ഈ സൈഡിലോട്ട് സിയും കൊടുക്കാം. ഇനി ഇവിടെ പി ഓഫ് സി ലെസ് ദാൻ സെറ്റ് ലെസ് ദാൻ എ. അപ്പോൾ സെറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സി മുതൽ എ വരെ ആയിരിക്കും. അതിൻ്റെ വാല്യൂ ആണ് നമുക്കിപ്പോൾ ഇവിടെ കൃത്യമായിട്ട് തന്നിരിക്കുന്നത് 13.5% എന്നത്. ഈ 13.5% എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാം? 13.5/100 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ 0.135. അതാണ് ഇവിടെ മാറ്റി എഴുതിയിരിക്കുന്നത്. 13.5%-ത്തെ /100 എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ 0.135 എന്നാവും. അപ്പോൾ ഈ ടോട്ടൽ ഏരിയ സി മുതൽ എ വരെയുള്ള ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി. 0.135 ആണ്. ഓക്കെ, ഇനി നമുക്കിത് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട പോർഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ 0.135 എന്ന വാല്യൂ നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഒരു ഏരിയ ആണ്. ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് 0 മുതൽ എ വരെയുള്ള ഏരിയ എത്രയാണെന്ന്. അത് നമ്മളിതിൻ്റെ തൊട്ട് മുന്നേ ഇതേ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചു. അത് കാണിച്ചു തരാം, നോക്കുക. 0 മുതൽ എ വരെയുള്ള പോർഷൻ അത് എത്രയാണെന്നതാ? പി ഓഫ് 0 ലെസ് ദാൻ സെറ്റ് ലെസ് ദാൻ എ. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്? 0.04 ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേ വാല്യൂ തന്നെ ഇവിടെ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. കാരണം ഒരേ ക്വസ്റ്റ്യൻ അല്ലേ.
അപ്പോൾ 0 മുതൽ എ വരെയുള്ള പോർഷൻ 0.04 ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടെത്താനായിട്ട് നമുക്ക് വേണ്ടത് എന്താ, ഈ ഒരു ചെറിയ പോർഷൻ കാണണം. ആ ചെറിയ പോർഷൻ കാണാനായിട്ട് ഈ ടോട്ടൽ പോർഷനിൽ നിന്ന് ഈ ഒരു ചെറിയ കഷ്ണത്തെ അങ്ങ് ഒഴിവാക്കിയാൽ പോരെ. എന്ന് വെച്ചാൽ ടോട്ടൽ വാല്യൂയിൽ നിന്ന് ഈ വാല്യൂ മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ എഴുതിക്കൂടെ. നമുക്ക് വേണ്ടത് ഇത് മുതൽ ഇതുവരെ 0 മുതൽ സി വരെയുള്ള പോർഷൻ. അപ്പോൾ ഇതിനെ പി ഓഫ് സി ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ ടോട്ടൽ വാല്യൂ എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തിയത്. സിക്കും എക്കും ഇടയിൽ വരുന്ന ടോട്ടൽ വാല്യൂ എത്രയാണ്? 0.135 മൈനസ് ഈ ഒരു ചെറിയ പോർഷൻ്റെ വാല്യൂ എത്രയാണ്? 0.040. അപ്പോൾ ആൻസർ 0.095 എന്ന് വരും. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി സെറ്റ് വാല്യൂ കറസ്പോണ്ടിങ് ടു 0.095 ലുക്ക് ദ ടേബിൾ ഈസ് -0.24. അപ്പോൾ നോക്കൂ, ഇനി ഇതിൻ്റെ ടേബിൾ വാല്യൂ കാണണം. നിങ്ങൾ ടേബിൾ എടുക്കുക. 0.095 എന്ന പോർഷൻ എവിടെയാണ് കിടക്കുന്നത് നോക്കുക ആ സൈഡിൽ. എന്നിട്ട് അതിൻ്റെ ടേബിൾ വാല്യൂ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക 0.24 എന്നായിരിക്കും. ഈ സൈഡിലുള്ള വാല്യൂ അല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? മൈനസ് എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് സെറ്റിൽ അപ്ലൈ ചെയ്യാം. സെറ്റിൻ്റെ ഇക്വേഷൻ എഴുതി ആ സെറ്റിൻ്റെ സ്ഥാനത്ത് കിട്ടിയ ആൻസറാണ് പി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി x3 നമുക്ക് അറിയില്ലല്ലോ, അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. x3 അതുപോലെ എഴുതി മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നാണ്. മ്യൂ ബൈ സിഗ്മ എന്നുള്ളതിന് നമ്മളിവിടെ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. മ്യൂവിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം. ഇതാ 37.18. അതിനെ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 37.2 എന്ന് എഴുതാം. ബൈ 28.22. ഇനി നമ്മളത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ x3 മൈനസ് 37.2. ഇനി x3 അവിടെ നിർത്തിയിട്ട് ഈ സൈഡിലോട്ട് എല്ലാ സംഖ്യകളെയും കൊണ്ടുവരികയാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടിയ x3യുടെ വാല്യൂ എന്ന് പറയുന്നത് 30.43 എന്നാണ്. ഈ x3 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഫെയിൽഡായ കുട്ടികളിൽ നിന്നും 25% ആളുകളെ തിരഞ്ഞെടുത്തു. ആ 25% ആളുകളുടെ പേഴ്സൻറ്റേജ് ടോട്ടൽ എത്ര കിട്ടി? 13.5 അല്ലേ. അപ്പോൾ 13.5% കുട്ടികളെ വെച്ചിട്ട് വീണ്ടും എക്സാം എഴുതുക. ആ എക്സാം എഴുതുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട മിനിമം പാസ് മാർക്ക് എത്ര എന്നായിരുന്നു ചോദ്യം. അതാണ് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത്. മിനിമം ക്വാളിഫയിങ് മാർക്ക് ഫോർ റീ എക്സാമിങ് ഈസ് ഈക്വൽ ടു 30.43. ക്ലിയർ ആയല്ലോ ഈ പ്രോബ്ലം? ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. A student secured 72 marks in an examination in sociology for which his class average is 54 and standard deviation 20. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ആവറേജ് മീൻ 54, സിഗ്മ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20 എന്ന് തന്നിട്ടുണ്ട്. He secured 76 marks in Stati for which his class average is 52 and the standard deviation is 12. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓരോന്നും നമുക്ക് നോക്കാം. അപ്പോൾ മ്യൂവും തന്നിട്ടുണ്ട്, സിഗ്മയും തന്നിട്ടുണ്ട്. A student secured 72 marks in examination in sociology for which his class average is 54 and deviation 20. അപ്പോൾ ഒരു കുട്ടി സോഷ്യോളജി എക്സാമിനേഷന് 72 മാർക്ക് നേടി. അതുപോലെ അതേ കുട്ടി തന്നെ 76 മാർക്ക് സ്റ്റാറ്റിയിലും നേടി. ഓക്കെ, ഹിസ് ക്ലാസ് ആവറേജ് ഈസ് 52 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 12. അപ്പോൾ ക്ലാസ് ആവറേജ് നോക്കുമ്പോൾ 52ഉം അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12 ആണ്. ഓക്കെ, അത് ഏതിൻ്റെ ബേസിലാണ്? അവൻ്റെ മാർക്കിൻ്റെ ബേസിൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാ? എ സ്റ്റുഡൻറ്റ് സെക്യൂർ 72 മാർക്സ് ഇൻ ആൻ എക്സാമിനേഷൻ ഇൻ സോഷ്യോളജി ഫോർ വിച്ച് ഹിസ് ക്ലാസ് ആവറേജ് ഈസ് 54 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 20. സോഷ്യോളജിയിൽ 72 മാർക്ക് വാങ്ങി, അതിൻ്റെ ബേസിൽ അവൻ്റെ ക്ലാസ് ആവറേജ് 54ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20ഉമാണ്. അപ്പോൾ ആദ്യത്തെ ബേസിലുള്ള കാര്യങ്ങൾ കിട്ടി. സോഷ്യോളജീനെ ബേസ് ചെയ്തിട്ടുള്ള മ്യൂ 54ഉം സിഗ്മ 20ഉമാണ്. ഓക്കെ, ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം വേണം അടുത്തതിലേക്ക് പോവാൻ. അപ്പോൾ മ്യൂ ഈക്വൽ ടു 54, സിഗ്മ ഈക്വൽ ടു 20. എക്സ് എത്ര തന്നിരിക്കുന്നത്? 72 എന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ എഴുതി എന്നിട്ട് അതിൽ അറിയാവുന്ന വാല്യൂസ് കൊടുത്തു. സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. അതിലറിയാവുന്ന വാല്യൂ കൊടുത്തപ്പോൾ സെഡിൻ്റെ വാല്യൂ 0.90 എന്ന് വന്നു. ഇനി അടുത്തത് ഏതിൻ്റെയാണ് തന്നിരിക്കുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സിൽ അവന് 76 മാർക്കാണ്. അവിടെ ക്ലാസ് ആവറേജ് 52, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12 ആണ്. അപ്പോൾ അതും ഇവിടെ എഴുതി. ഇനി ആ ഇക്വേഷനിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് സെഡിൻ്റെ വാല്യൂ 2 എന്ന് വന്നു. ഇനി ചോദ്യം എന്താണെന്ന് നോക്കാം. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് ദിസ് സ്റ്റുഡൻറ്റ് വിത്ത് റെഫറൻസ് ടു ദിസ് എക്സാമിനേഷൻ? അപ്പോൾ നമ്മുടെ ഈ 2 എക്സാമിനെ ബേസ് ചെയ്തിട്ട് അവൻ്റെ പെർഫോമൻസ് ലെവൽ ഏത് രീതിയിലാണെന്ന് നമ്മളോട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. കൺവേർട്ട് ടു സെറ്റ് സ്കോർസ് ഓർ സ്റ്റാൻഡേർഡ് സ്കോർസ് ഓർ ബോത്ത് എക്സാമിനേഷൻ ആൻഡ് മേക്ക് യുവർ കമൻറ്റ്. അപ്പോൾ എന്താണ് ഈ 2 വാല്യൂ നോക്കൂ, 2 സെറ്റിൻ്റെ വാല്യൂ. അതിൽ സോഷ്യോളജിയിൽ സെറ്റിൻ്റെ വാല്യൂ 0.90 എന്ന് വന്നു. സ്റ്റാറ്റിയിൽ
എന്താ വന്നത്? 2 എന്നാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്കിതിനെ ഈ പെർഫോമൻസിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? സിൻസ് സെറ്റ് വാല്യൂ ഫോർ സ്റ്റാറ്റി ഈസ് മോർ അല്ലേ? സ്റ്റാറ്റിസ്റ്റിക്സിലാണ് കൂടുതലായിട്ട് കാണുന്നത്. കാരണം സ്റ്റാറ്റിസ്റ്റിക്സിൽ 2 എന്നും സോഷ്യോളജിയിൽ 0.9 എന്നുമാണ് കിട്ടിയത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ കൂടുതലും ദ പെർഫോമൻസ് ഓഫ് ദ കാൻഡിഡേറ്റ് ഈസ് മച്ച് ബെറ്റർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ? അതാണ് ഇതിൽ നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ? ഒരു ചെറിയ പ്രോബ്ലം ആണ്. അടുത്തത്, the income distribution of workers in a certain factory was found to be normal with a mean 1000 rupees and standard deviation 100 rupees. There were 180 persons getting above 1200 rupees. How many persons were there in all? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മ്യൂവും ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? എന്ന് പറഞ്ഞിരിക്കുന്നത് the income distribution of workers in a certain factory was found to be normal with the mean 1000 rupees and standard deviation 100. അതായത് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അതിന് നോർമൽ വാല്യൂ ആയിട്ട് മീൻ വാല്യൂ തന്നിരിക്കുന്നത് 1000 രൂപ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 100 രൂപ. There were 180 persons getting above Rs 1200. അതിൽ 180 പേര് 1200-ൽ കൂടുതൽ കിട്ടുന്നവരാണ്. ഹൗ മെനി പേഴ്സൺസ് വേർ ദർ ഇൻ ആൾ? അപ്പോൾ എത്ര പേഴ്സൺസ് ആണ് അതിലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മ്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 1000. സിഗ്മ 100 എന്നും തന്നിട്ടുണ്ട്. പിന്നെ എക്സ് വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 1200 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സെറ്റ് എന്ന ഇക്വേഷനിൽ ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 2 എന്ന് വന്നു അല്ലേ? ഇനി അതിൻ്റെ നോർമൽ കർവ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. ഈ സൈഡിൽ ഇത് തന്നിരിക്കുന്നത് 2 എന്ന് കിട്ടി സെറ്റിൻ്റെ വാല്യൂ. ഇനി ഇതിൻ്റെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്തണം. ദർ വേർ 180 പേഴ്സൺസ് ഗെറ്റിംഗ് അബോവ് 1200 rupees എന്ന് വെച്ചാൽ എന്താണ്? 1200 രൂപയേക്കാൾ കൂടുതൽ വാങ്ങുന്നവരുടെ എണ്ണം 180 പേര് 1200 രൂപയേക്കാൾ കൂടുതൽ വാങ്ങുന്നുണ്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1200-നേക്കാൾ കൂടുതൽ എന്നത് എങ്ങനെ എഴുതാം? P of x greater than 1200 that is equal to, ഈ എക്സിന് പകരം സെറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ സെറ്റിൻ്റെ വാല്യൂ കൃത്യമായിട്ട് കിട്ടിയല്ലോ. അപ്പോൾ P of z greater than ഇതിന് പകരം 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് കാണണം. എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു ചെറിയ പോർഷനാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ടോട്ടൽ ഏരിയയിൽ നിന്ന് അതിൻ്റെ വാല്യൂ എത്രയാണ് നമുക്കറിയാം? 0.5. ആ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യാം? ഈ ഒരു ചെറിയ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കി വാല്യൂ കിട്ടും അല്ലേ? അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ ഏതാണ്? 0 മുതൽ ഇതുവരെ. അപ്പോൾ 0.5 മൈനസ് ഇതിൻ്റെ ടേബിൾ വാല്യൂ കാണാം 2 എന്നത്. നോക്കാം. 2 എന്നതിൻ്റെ ടേബിൾ വാല്യൂ നോക്കൂ. സെറ്റ് വാല്യൂ 0.4772 അല്ലേ? അപ്പോൾ ഇവിടെ അത് അപ്ലൈ ചെയ്യുന്നു. 0.50 0.4772 എന്ന് അപ്ലൈ ചെയ്തു. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 0.0228 എന്ന് വന്നു. ക്ലിയർ? അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഈ ഏരിയ അങ്ങ് മൈനസ് ചെയ്തപ്പോൾ ഈ ഒരു ചെറിയ പോർഷൻ നമുക്ക് കിട്ടി. പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ വിത്ത് ഇൻകം അബോവ് 1200 ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വാല്യൂ കാണാൻ എത്ര പെർസെൻറ്റേജാണെന്ന് കാണാൻ ഈ കിട്ടിയ വാല്യൂവിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2.28% എന്ന് നമുക്ക് കിട്ടും. 2.28% റെപ്രസെൻറ്റ്സ് 180. ഇതിൽ 180 പേര് ഏകദേശം 2.28% എന്നത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഈ